ഹായ് ഓൾ, ഈ ഒരു വീഡിയോ എന്താണെന്ന് മനസ്സിലായോ? അതെ, എൻ്റെ കയ്യിലുള്ള ഈ ഒരു സാധനം ഞാൻ ആമിക്ക് വേണ്ടി, ആമിയുടെ 2ാമത്തെ ബർത്ത്ഡേക്ക് അവൾക്ക് സ്പെഷ്യലായിട്ട് ഞാൻ എൻ്റെ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ പിൻട്രസ്റ്റിലൊക്കെ ഇങ്ങനത്തെ കുറേ കാർഡ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇത്. അത് ഒരു ചോക്ലേറ്റ് കാർഡാണ്. അതായത് ചോക്ലേറ്റ് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ പണ്ടൊക്കെ കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടുമായിരുന്നല്ലോ, എപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കുറേ മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ ഫോട്ടോയിൽ ഇതുപോലെ ചോക്ലേറ്റ് പിൻ ചെയ്തൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. അതുപോലെ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ ഇതുപോലെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ബർത്ത്ഡേ കാർഡ്സ് പോലെ. ഇത് ഞാൻ ആമിയുടെ ബർത്ത്ഡേക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇത് ബർത്ത്ഡേക്ക് മാത്രമല്ല, ലൈക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ വെറുതെ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ചോക്ലേറ്റ് കൊടുക്കുമല്ലോ ക്ലാസ്സിൽ, അപ്പോൾ വെറുതെ ചോക്ലേറ്റ് കൊടുക്കാണ്ട് ഇതുപോലെ ഒരു കാർഡിൽ ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാർഡ് കൊടുക്കുമ്പോൾ അതൊന്നുകൂടെ സ്പെഷ്യലായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ ഒരു സ്പെഷ്യൽ ഒരു ഫീല് കിട്ടും. അതുപോലെ തന്നെ ആരുടെ ബർത്ത്ഡേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഓക്കെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചൊരു വിഷ് കിട്ടും. അപ്പോൾ അതൊരു രസമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഇതുപോലെ ബർത്ത്ഡേക്ക് ഡെക്കറേഷന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെന്തായാലും ബർത്ത്ഡേ സെലിബ്രേഷൻ ആകുമ്പോൾ ചോക്ലേറ്റ് എന്നുള്ള കാര്യം അവിടെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മളെ ബർത്ത്ഡേ ടേബിളിൽ അല്ലെങ്കിൽ നമ്മൾ കേക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ അത് ഇതുപോലൊരു കാർഡിൽ പിൻ ചെയ്ത് വയ്ക്കുമ്പോൾ അതിനൊന്നുകൂടെ കളറ് കൂടും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് പേർക്ക് നമ്മൾ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് ചോക്ലേറ്റ്സ് കൊടുക്കും, അടുത്തുള്ളവർക്കും അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പോൾ ആരുടെ ബർത്ത്ഡേ എന്നുള്ളത് ചിലപ്പോൾ ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കാർഡ് കാണുമ്പോൾ ഈ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ് എന്നുള്ളൊരു സംഭവം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും രസമായിരുന്നു. നമ്മൾ ബർത്ത്ഡേക്ക് കണ്ടോ ഈ നമ്മുടെ കേക്കിൻ്റെയും ബാക്കി സ്വീറ്റ്സിൻ്റെ ഒക്കെ കൂടെ ഇതുപോലെ ഒരു ബൗളിൽ ഇങ്ങനെ ഈ ഒരു കാർഡിൽ ബർത്ത്ഡേൻ്റെ ആ ഒരു കാർഡ് വെച്ചിട്ട് അതിൽ കേക്ക് വെച്ചപ്പോൾ ഒന്നുകൂടെ രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആമി തന്നെയാണ് ഇത്. നമ്മൾക്ക് ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ആദ്യത്തെ ബർത്ത്ഡേ വലിയ സെലിബ്രേഷനായി നടത്തി. ഇത് സെക്കൻഡ് ബർത്ത്ഡേ ആയ കാരണം ഇവിടെ ആമിയുടെ പപ്പയുടെ വീട്ടിലുള്ളവരും അമ്മൻ്റെ വീട്ടിലുള്ളവരും മാത്രമായിരുന്നു. അപ്പോൾ ആമി അമ്മച്ചനും അമ്മമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി ഒരു ചോക്ലേറ്റ് ആമിയുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഫോട്ടോ ശ്രദ്ധിക്കും അല്ലേ. വെറുതെ ഒരു ചോക്ലേറ്റ് കൊടുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് എന്നുള്ള രീതിയിൽ നമ്മളത് കഴിക്കും, പോവും, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു കാർഡ് കാണുമ്പോൾ നമുക്കറിയാം അത് എന്തായാലും നമ്മളത് നോക്കും, അതിലെ ഫോട്ടോസ് നോക്കും, അതിലെഴുതിയിരിക്കുന്ന എന്താണെന്ന് വായിക്കും. അപ്പോൾ അതിൽ ചിലപ്പോൾ നമുക്ക് വിഷസ് പറയാം, അല്ലെങ്കിൽ അവർ വീട്ടിലേക്ക് വന്നതിന് ബർത്ത്ഡേയിൽ സെലിബ്രേറ്റ് ചെയ്തതിന് നമുക്കൊരു താങ്ക്സ് എന്ന മെസ്സേജ് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിൽ ടൈപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് അതിൽ ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആമിയുടെ ഒരു ലേറ്റസ്റ്റ് പുതിയ ഒരു ഫോട്ടോയും കൊടുത്തു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് ചോക്ലേറ്റ് കാർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.